ഇപ്പോഴിറങ്ങിയ മാർക്കോ സിനിമ എഫക്റ്റ് എന്ന പോലെ സ്കൂളുകളിൽ +1, +2 വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ഗ്യാങ് വാറിന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം ഏറ്റുമുട്ടൽ കാരണം ചില സ്കൂളുകളുടെ പ്രവർത്തനം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഒരു പ്രമുഖ വിദ്യാലയത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിനാൽ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവർത്തനം തന്നെ താറുമാറായിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് ക്ലാസ് വിടുമ്പോൾ ഇടവഴിയിലും റോഡിൽ നിന്നുമൊക്കെയുമാണ് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്. ഇത്തരം സംഘടനകളിൽ +1 വിദ്യാർത്ഥികൾക്ക് സാരമായി പരുക്കേൽക്കാറുണ്ടെങ്കിലും ഇവർ പോലീസിനെ സമീപിക്കാറില്ല. പരാതി നൽകാൻ പലരും തയ്യാറാകാത്തത് കാരണം സാരമായി പരുക്കേൽക്കുന്ന സംഭവങ്ങളിൽ പോലും പോലീസിനെ സമീപിക്കാൻ കഴിയാറില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. 15ഓളം വിദ്യാർത്ഥികളെ തമ്മിൽ തല്ലിയതിന് ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ എയ്ഡഡ് സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥികളുടെ സംയുക്ത യോഗം ഇവിടെ വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും ഉച്ചയോടെ വീണ്ടും തമ്മിൽ തല്ലുണ്ടായി. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമല്ല, ജില്ലയിലെ മിക്ക സ്കൂളുകളിലും വേനലവധി അടുത്തിരിക്കെ സ്ഥിതി ഇതുതന്നെയാണ്. കണ്ണൂർ പരിയാരത്ത് രക്ഷിതാക്കളുടെ കാവലിൽ പഠനം നടക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്.